മൂകാംബികയിൽ രാത്രി പൂജയ്ക്ക് ശേഷം വിതരണം ചെയ്യുന്ന പ്രസാദമാണ് കഷായ തീർത്ഥം. മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ഈ പ്രസാദം മൂകാംബികയിൽ ഉണ്ടാക്കി വിതരണം ചെയ്യാനുണ്ടായ കാരണം എന്താണ് എന്ന വിശദീകരണമാണ് ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ശങ്കര ഭഗവത്പാദരെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു അധ്യായമാണ് സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള മൂകാംബികയെക്കുറിച്ച്. മൂകാംബിക ക്ഷേത്രവും ശങ്കര ഭഗവത്പാദരും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അത്രയധികം ബന്ധമാണ് ആ ഭഗവതിയും ശങ്കര ഭഗവത്പാദരും തമ്മിലുള്ളത്. ജ്യോതിർലിംഗത്തെ കണ്ടെടുക്കുന്നത് തൊട്ട് അവിടെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തുന്നു, വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്നതൊക്കെ തന്നെ ശങ്കര ഭഗവത്പാദരാണ് എന്നാണ് സങ്കല്പം. അപ്പം അദ്ദേഹമാണ് അമ്മയെ വീണ്ടെടുത്ത് നമുക്കൊക്കെ ഇന്ന് ഏതൊരു ആപത്ത് വരുമ്പോഴും ആശ്രയിക്കാനുള്ള ഒരു അഭയസ്ഥാനമായി ആ മൂകാംബിക അമ്മയെ നമ്മുടെ കൈകളിലേക്ക് വെച്ച് തന്നിട്ടുള്ളത് ശങ്കര ഭഗവത്പാദരാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തപസ്സിലിരിക്കാനുള്ള സ്ഥലമായിരുന്നു സൗപർണികയുടെ തീരങ്ങൾ. ഏറ്റവും അധികം സമയം അദ്ദേഹം അവിടെ ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് മൂകാംബികയായിട്ട് ബന്ധപ്പെട്ട പല ആളുകളും പറയാറുള്ളത്. അങ്ങനെ ആ ആദിശങ്കര സ്വാമിക്ക് ഭഗവതി കൊടുത്ത ഒരു ഔഷധത്തിൻ്റെ കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ആ കഥയിലേക്ക് കടന്നു ചെല്ലാം, അതിനുശേഷം അതിൻ്റെ ഈ കാലഘട്ടത്തിലെ അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് ചിന്തിക്കാം. ഒരിക്കൽ ശങ്കര ഭഗവത്പാദർ അമ്മയെ ആരാധിച്ചുകൊണ്ട്, അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് കുടജാദ്രിയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ തപസ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സമയത്ത് അതിയായിട്ടുള്ള ജ്വരം, പനി അനുഭവപ്പെട്ടു എന്നാണ്. എന്നാൽ ആ പനിയൊന്നും അദ്ദേഹം കാര്യമായിട്ട് എടുത്തില്ല. കാരണം അമ്മയെ ആരാധിക്കുന്നതിൽ ഇതൊന്നും തടസ്സമല്ല, അദ്ദേഹത്തിന് ശരീരബോധം തന്നെ ഉണ്ടായിരുന്നില്ല. അതൊന്നും ഒരു തടസ്സമല്ല എന്ന് കരുതി അദ്ദേഹം വീണ്ടും 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 തൻ്റെ സാധനകൾ തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാത്തതുകൊണ്ടോ എന്തോ ദിവസം ചെല്ലുന്തോറും ഭഗവത്പാദരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരുന്നു. ഒരു തരത്തിലും ഇനി തപസ്സോ മറ്റ് ആരാധനാക്രമങ്ങളോ തുടരാൻ സാധിക്കില്ല എന്നുള്ള അവസ്ഥയിലായി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം. അദ്ദേഹം കിടപ്പിലായി. ആ സമയത്ത് അദ്ദേഹത്തെ നോക്കാൻ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വേണ്ട പോലെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടൊന്നും അദ്ദേഹത്തിൻ്റെ ജ്വരം, പനി മാറുന്നില്ല. അദ്ദേഹത്തിന് പനി വന്നതിൽ ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് ശരീരത്തെക്കുറിച്ച് ചിന്തയേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ശരീരം ഉള്ളതുകൊണ്ട്, ഈ വ്യാധി ഉള്ളതുകൊണ്ട് അമ്മയെ ആരാധിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം എല്ലാ സമയത്തും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അമ്മയുടെ മന്ത്രങ്ങൾ ചൊല്ലാനുള്ള അവസരം ഈ ഒരു അസുഖം കാരണം ഇല്ലാതാവുന്നല്ലോ എന്ന് തോന്നി അദ്ദേഹത്തിന്. ആ അസുഖം വന്നതിന് അദ്ദേഹം സ്വയം അദ്ദേഹത്തെ തന്നെ ശപിച്ചു. ഈ ഒരു അസുഖം വന്നതുകൊണ്ട് അമ്മയെ ആരാധിക്കാനുള്ള സമയം പോയി, അമ്മയുടെ നാമങ്ങൾ ചൊല്ലാനുള്ള സമയം പോയി, സഹസ്രനാമങ്ങൾ കീർത്തിക്കാനുള്ള സമയം പോയി, എത്ര സമയമാണ് ഞാൻ പാഴാക്കി കളയുന്നത് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് ശരീരം വീണ്ടും വീണ്ടും ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ജ്വരം കൂടി കൂടി വരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവത്പാദർ അവശനായിട്ട് കിടക്കുമ്പോൾ ഒരു പെൺകുട്ടി നല്ല മനോഹരമായിട്ടുള്ള ചുവന്ന ഒരു പട്ടുപാവാടയൊക്കെ ധരിച്ച്, നല്ല മുടിയൊക്കെ ഉള്ള, ഒരു ചുവന്ന കുങ്കുമത്തിൻ്റെ പൊട്ടൊക്കെ തൊട്ട് അതിലൊരു മുല്ലപ്പൂവൊക്കെ മുടിയിൽ വെച്ച ഒരു പെൺകുട്ടി, അവൾ നടക്കുന്ന സമയത്ത് ആ കാൽച്ചിലങ്കയുടെ ശബ്ദം എത്രയോ ദൂരെ നിന്ന് കേൾക്കാമെന്നാണ്. മുഴുവൻ ഭസ്മത്തിൻ്റെയും കസ്തൂരിയുടെയൊക്കെ മണമാണ് ആ പെൺകുട്ടി വരുമ്പോൾ ആ മുറിയിലൊക്കെ അനുഭവപ്പെട്ടതെന്നാണ്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി കയ്യിലൊരു ഓട്ടുപാത്രമായിട്ട് ഭഗവത്പാദരുടെ അടുത്തേക്ക് വന്നു എന്നാണ്. അവിടെ എത്തി അവിടെ കിടക്കുന്ന ഭഗവത്പാദരെ സ്നേഹത്തോടു കൂടി ആ പെൺകുട്ടി നോക്കി, അദ്ദേഹത്തിൻ്റെ തലയിലൊക്കെ തലോടി കൊടുത്തു. ഈ ഒരു മരുന്ന് കുടിച്ചോളൂ, ഇതോടുകൂടി അങ്ങയുടെ എല്ലാ അസുഖവും മാറും, ഈ ജ്വരമൊക്കെ ഇപ്പം തന്നെ പമ്പ അടക്കും, ധൈര്യമായിട്ട് കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ, ചെറിയ കുട്ടിയാണെങ്കിലും ഭഗവത്പാദരെ താങ്ങിയെടുത്ത് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ആ ഔഷധം പതുക്കെ പതുക്കെ ഒഴിച്ചു കൊടുത്തു എന്നാണ്. ഇനി സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഈ ഒരു ഉറക്കം കഴിയുമ്പോഴേക്കും ഈ ജ്വരം ഒന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി തിരിച്ചുപോയി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉറക്കം എഴുന്നേറ്റ സമയത്ത് ഒരു തരത്തിലുള്ള അവശതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ജ്വരം ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും പറയണം, എന്നാലേ വിശ്വസിക്കുള്ളൂ. അത്രയധികം ചൈതന്യം, ശരീരത്തിൻ്റെ കാന്തി, പുഷ്ടി, ഇതൊക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയെന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു, ഇത്രയും പെട്ടെന്ന് എൻ്റെ അസുഖം എങ്ങനെ മാറി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ
ആ പെൺകുട്ടിയുടെ മുഖവും അതേ സമയത്ത് തന്നെ ആ മൂകാംബികയുടെ സ്വരൂപവും ഒരുമിച്ച് മനസ്സിൽ കാണാൻ സാധിച്ചു എന്നാണ്. അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ രക്ഷിക്കാൻ വന്നത്, തനിക്ക് ഔഷധമായിട്ട് വന്നത് ആ സാക്ഷാൽ ജഗദംബികയായിട്ടുള്ള ആദിപരാശക്തി തന്നെയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുകയും അമ്മയെ അദ്ദേഹം നമസ്കരിക്കുകയും ചെയ്തു. അന്ന് തൊട്ട് രാത്രി അമ്മയുടെ നട അടയ്ക്കുന്നതിന് മുമ്പായിട്ട് കഷായ പൂജ എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു പൂജ മൂകാംബികയിൽ നടക്കാറുണ്ട്. കഷായ പൂജയ്ക്ക് ശേഷം നട അടച്ചു കഴിഞ്ഞാൽ അവിടെ കൂടിയിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് മുഴുവൻ ആ കഷായം ഇന്നും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ജ്വരത്തിനു മാത്രമല്ല, ഏത് വ്യാധിക്കും, അത് മനസ്സിനുള്ള വ്യാധിയാണെങ്കിലും ശരി, ശരീരത്തിനുള്ള വ്യാധിയാണെങ്കിലും ശരി, അമ്മയുടെ ആ കഷായം സേവിക്കുന്നതിലൂടെ ഒരു തരത്തിലുള്ള അസുഖവും ഇല്ലാതെ നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധീകരിക്കപ്പെടും എന്നാണ് വിശ്വാസം. എത്രയോ ആളുകളാണ് ഇന്നും മൂകാംബിക ക്ഷേത്രത്തിൽ അസുഖങ്ങളുമായി ആ കഷായ തീർത്ഥം സേവിച്ച് അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് ആ അമ്മയുടെ പാതാരവിന്ദങ്ങളെ സ്മരിക്കാനായിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്കും അമ്മയോട് പ്രാർത്ഥിക്കാനുള്ളത്, നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് നമ്മളെക്കാൾ നന്നായി അറിയുന്നത് അമ്മയ്ക്കാണ്. കാരണം അമ്മ നമ്മുടെ അമ്മയാണ്, പെറ്റമ്മയാണ്. ഒരു കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ആ കുട്ടിക്ക് അറിയുന്നതിനേക്കാൾ അതിൻ്റെ അമ്മയ്ക്കാണ് അറിയുക. ആ അമ്മയായിട്ടുള്ള, ആ ജഗദംബികയായിട്ടുള്ള മൂകാംബികയോട് നമുക്കും ഇത് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളൂ. അമ്മേ, ഞങ്ങളും ഭഗവത്പാദരുടെ പോലെ അത്ര വലിയ മഹാത്മാക്കളൊന്നുമല്ല, പക്ഷെ ഞങ്ങളും അമ്മയുടെ മക്കളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കുണ്ടാവണ എന്തൊരു വ്യാധിയും, അത് ശരീരത്തിലുണ്ടാവുന്ന വ്യാധി ആയിക്കോട്ടെ, മനസ്സിനുണ്ടാവുന്ന വ്യാധി ആയിക്കോട്ടെ, അമ്മയുടെ കടാക്ഷമാകുന്ന കഷായം കൊണ്ട് അത് മാറ്റിത്തരാനുള്ള ഒരു അവസ്ഥ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ. ഇപ്പം ശങ്കര ഭഗവത്പാദരുടെ ജ്വരം എങ്ങനെയാണോ അമ്മ മാറ്റിക്കൊടുത്തത്, അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സകല ആദിവ്യാധികളെയും ആ മൂകാംബിക മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത്പാദരുടെയും അമ്മയുടെയും കഷായത്തിൻ്റെയും ഒരു കഥ ആ മൂകാംബികയുടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അടുത്ത ഒരു കഥയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.